അപ്പോൾ CPI-ക്കാർക്ക് ഇപ്പം മനസ്സിലായല്ലോ, മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് ജോൺ ബ്രിട്ടാസ് അവിടെ മധ്യസ്ഥത വഹിച്ചത് എന്ന് CPI-ക്ക് ഇപ്പം ബിനോയ് വിശ്വത്തിന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. PMC പദ്ധതിയിൽ ഒപ്പിടാൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ജോൺ ബ്രിട്ടാസ്. ഇതിന് മാത്രമല്ല, പല കാര്യത്തിലും ഇത്തരം ഇടതല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അത് കൂടുതൽ വ്യക്തമാവും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ ഒരു അന്തർധാര വ്യക്തമാണ്. അത് PMC-യിലുണ്ട്, ലേബർ കോഡിലുണ്ട്, അത് മറ്റു പദ്ധതികളിലുണ്ട്, ദേശീയ പാതയിലുണ്ട്. കൃത്യമായിട്ടും ഇത് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതാണ് നമുക്ക് സൂചിപ്പിക്കാനായിട്ട്. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞു, PM-3 പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ കേരള ഗവൺമെന്റിനെതിരെ എടുത്തിയ ഒരു കെണിയായിരുന്നു. സംസ്ഥാന സർക്കാർ PM-3 പദ്ധതിയിൽ പോയി ഒപ്പിട്ട് കൊടുത്തു. മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ മന്ത്രിസഭയിലെ CPI മന്ത്രിമാർ അത് ചോദിക്കുമ്പോഴും അത് ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. ഒപ്പിട്ടു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അത് രഹസ്യമായി ഒപ്പിട്ടു എന്നുള്ളതാണ് ഗൗരവതരമായ കാര്യം. എന്തുകൊണ്ട് ഒപ്പിട്ട കാര്യം പുറത്തു പറഞ്ഞില്ല ഗവൺമെന്റ്? അപ്പോൾ എന്തോ ഒളിച്ചു വെക്കാൻ അന്നേ ഉണ്ടായിരുന്നുകൊണ്ടല്ലേ ഒപ്പിട്ടത് പുറത്തു പറയാതിരുന്നത്? പിന്നീട് ക്യാബിനറ്റിൽ വെച്ച് CPI മന്ത്രിമാർ ചോദിച്ചപ്പോൾ പോലും യഥാർത്ഥ ഉത്തരവില്ല. പിന്നീടാണ് അറിയുന്നത് ഒപ്പിട്ടിരിക്കുന്നു എന്നുള്ളത്. പിന്നെ പ്രതിപക്ഷവും CPI-യും ശക്തമായിട്ട് അതിനകത്ത് പ്രക്ഷോഭമുണ്ടാക്കിയപ്പോൾ, ശബ്ദമുയർത്തിയപ്പോഴാണ് കേവലം ഒരു കത്ത് കൊടുത്തു നിർത്തിയിരിക്കുന്നത്. ഞങ്ങൾ അന്നു മുതലേ ഉന്നയിക്കുന്ന കാര്യം, ഇത് BJP CPM ഡീലിന്റെ ഭാഗമാണ് ഈ PM-3 പദ്ധതിയിൽ ഒപ്പുവെക്കലും എന്നുള്ളതാണ്. അത് കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് രാഷ്ട്രീയമായി ഞങ്ങൾ എതിർക്കുകയാണെന്ന് പറയുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രി തന്നെ, വിദ്യാഭ്യാസ മന്ത്രി തന്നെ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്, ഒരു MP-യോട് നന്ദി പറഞ്ഞിരിക്കുകയാണ്, ജോൺ ബ്രിട്ടാസിനോട് നന്ദി പറഞ്ഞിരിക്കുകയാണ്. ഇത് നടപ്പിലാക്കി തരുന്നതിന്, മധ്യസ്ഥം വഹിച്ചതിന്, ഇടനിലക്കാരനായതിന് നന്ദി പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു, കേന്ദ്ര പദ്ധതികൾ നടപ്പിലാക്കും. അപ്പോൾ CPI-ക്കാർക്ക് ഇപ്പം മനസ്സിലായല്ലോ, മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് ജോൺ ബ്രിട്ടാസ് അവിടെ മധ്യസ്ഥത വഹിച്ചത് എന്ന് CPI-ക്ക് ഇപ്പം ബിനോയ് വിശ്വത്തിന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. PMC പദ്ധതിയിൽ ഒപ്പിടാൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ജോൺ ബ്രിട്ടാസ്. ഇതിന് മാത്രമല്ല, പല കാര്യത്തിലും ഇത്തരം ഇടതല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അത് കൂടുതൽ വ്യക്തമാവും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ ഒരു അന്തർധാര വ്യക്തമാണ്. അത് PMC-യിലുണ്ട്, ലേബർ കോഡിലുണ്ട്, അത് മറ്റു പദ്ധതികളിലുണ്ട്, ദേശീയ പാതയിലുണ്ട്. കൃത്യമായിട്ടും ഇത് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതാണ് നമുക്ക് സൂചിപ്പിക്കാനായിട്ടുള്ളത്. മുഖ്യമന്ത്രി പറയുന്ന ഒരു കാര്യം, സാധാരണ MP-മാരൊക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇടപെടാറുണ്ട്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുൻകാലങ്ങളിൽ ഇടപെട്ടിട്ടില്ല. ഇപ്പോൾ അങ്ങനെ ഇടപെടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ PM-3 പദ്ധതിയിൽ ഇടപെട്ടെന്നാണ് പറയുന്നത്. എന്നാലേ മുഖ്യമന്ത്രിയെ ഞാൻ വെല്ലുവിളിക്കുകയാണ്, ബഹുമാനപൂർവ്വം വെല്ലുവിളിക്കുകയാണ്. പാർലമെന്റ് നടപടികളുടെ ഒരു സംക്ഷിപ്ത രൂപം മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ കൊടുക്കാം. പാർലമെന്റിൽ ഉന്നയിക്കുന്ന 0 അവർ, പാർലമെന്റിൽ ഉന്നയിക്കുന്ന ക്വസ്റ്റ്യനുകൾ, ചോദ്യങ്ങൾ, ഇവിടത്തെ പ്രശ്നങ്ങൾ, തീരദേശത്തെ ഈ പ്രശ്നം, നമ്മുടെ 2 കപ്പൽ, ഒരു കപ്പൽ മുങ്ങി, ഒരു കപ്പൽ കത്തി, ഈ പ്രശ്നങ്ങളൊക്കെ കേന്ദ്രത്തിന് മുന്നിൽ ഉന്നയിക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ UDF MP-മാർ പിന്നോക്കം നിന്നു മുഖ്യമന്ത്രി പറഞ്ഞാൽ ഞങ്ങൾ പരസ്യമായിട്ട് മാപ്പ് പറയാൻ തയ്യാറാണ്. ഇത്ര നോണ പറയാൻ പാടില്ല. മുഖ്യമന്ത്രിക്ക് വിവരം കിട്ടുന്ന ആളല്ലേ, ഈ ഇൻഫർമേഷനൊക്കെ കിട്ടില്ലേ? പാർലമെന്റിലെ ക്വസ്റ്റ്യൻ അവർ, 0 അവർ, ബില്ലുകളുടെ ചർച്ച, ബഡ്ജറ്റ് ചർച്ചകൾ, മറ്റ് ചർച്ചകളിൽ കേരളത്തിലെ MP-മാരുടെ ഓരോ പ്രൊഫൈൽ നിങ്ങൾ നോക്കണം. പാർലമെന്റിന്റെ വെബ്സൈറ്റിൽ എടുത്ത് നോക്കിയാൽ അറിയാം. ഞങ്ങൾ കേരളത്തിന്റെ വിഷയങ്ങൾ ഇതുപോലെ ഉന്നയിച്ചൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. പക്ഷേ കച്ചവടത്തിന് വേണ്ടി, ഡീലിന് വേണ്ടിയിട്ടുള്ള ഇടനിലക്കാരാൻ കേരളത്തിലെ UDF MP-മാർ നിൽക്കാറില്ല. അതായിരിക്കുമോ മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. ഞങ്ങൾ MP-മാരുടെ കോൺഫറൻസിൽ വിളിച്ചുകൂടി തരുന്ന നോട്ടുകൾ, ആ നോട്ടുകൾക്കനുസരിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളത് എല്ലായിടത്തും. അല്ലാതെ ഞങ്ങളുടെ ഓരോ വിഷയങ്ങൾ, തീരദേശത്തിന്റെ വിഷയങ്ങൾ, കൃഷിക്കാരുടെ വിഷയങ്ങൾ, സ്ത്രീകളുടെ വിഷയങ്ങൾ, ഇതെല്ലാം ഉന്നയിക്കാറുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി എത്ര പച്ചക്കള്ളമാണ് പറഞ്ഞില്ല. ഒന്നിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന എന്ത് മനോഹരമായ പച്ചക്കള്ളമാണിത്. അദ്ദേഹം തയ്യാറാവട്ടെ. ഞാൻ അദ്ദേഹത്തിനോട് പരസ്യ സംവാദത്തിന് തയ്യാറാണ്. പാർലമെന്റിലെ UDF MP-മാരുടെ നടപടിക്രമങ്ങളെക്കുറിച്ച് ഒരു പരസ്യ സംവാദത്തിന് തയ്യാറാണ്. കേരളത്തിലെ വികസന പ്രശ്നങ്ങൾ, കേരളത്തിൻ്റെതായിട്ടുള്ള ബഹുജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാമല്ലോ.